ആനക്കോട്ട എന്ന് പറയും. ആനക്കോട്ടയിലാണ്. ഇവിടെ 48 ആനകളുണ്ട്. ഇപ്പൊ കുട്ടികളെ കാണിക്കാൻ വന്നിരിക്കുകയാണ്. ഇതവിടെ ദൈവട്ടണത് ആന. ദൈവം 49ാമത്തെ ആന. ഇവിടെയാണെങ്കിൽ 10-48 ആനകളുണ്ട്. അപ്പൊ എല്ലാവരെയും ഒന്ന് പിള്ളേരെയൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു വന്നു. 48 കാണാൻ പറ്റിയില്ല നമുക്ക്. അവിടെ കുറെ സ്ഥലത്ത് അവിടെ മതപ്പാടിലുള്ള ആനകളെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഒരു 10-25 കണ്ടു കാണും അല്ലേ? പിന്നെ ബാക്കിയെല്ലാം വേറെ സ്ഥലത്ത് മാറ്റി അല്ലേ? വേറെ പറമ്പിലുണ്ട്. പിന്നെ ഇപ്പൊ ആനകൾ പുറത്തൊന്നുമില്ല. കാരണം എല്ലാം സുഖചികിത്സയിലാണ്. കർക്കിടക മാസമല്ല. അപ്പൊ എല്ലാ ആനകളും ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം വന്നപ്പോ കല്യാണം കഴിഞ്ഞപ്പോ ഇതിന്റെ ഉള്ളിൽ കയറായിരുന്നു. ഇവിടത്തെ എന്താ പറയാനുള്ള ഇതിനെ കുറിച്ച്? ഇതിപ്പോ അവര് നമ്മൾ ചോദിച്ചപ്പോ പറഞ്ഞത് മ്യൂസിയം ആക്കാൻ വേണ്ടിട്ട് അവര് മ്യൂസിയം ആക്കാൻ വേണ്ടി അതുകൊണ്ട് അടച്ചിട്ടേക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറിയതായിരുന്നു പണ്ട്. പിന്നെ എൻട്രി ഫീ ഉണ്ടല്ലോ അവിടെ. അവിടെ അഡൽസിന് 20 രൂപ, കുട്ടികൾക്ക് 10 രൂപ. പിന്നെ ഷൂട്ട് ചെയ്യണമെങ്കിൽ വീഡിയോ ക്യാമറ 25 രൂപ, മറ്റേ പ്രൊഫഷണൽ ക്യാമറ ആണെങ്കിൽ 1500 രൂപയുണ്ട് ടിക്കറ്റ്. അപ്പൊ ഇതില് സത്യം പറഞ്ഞാൽ മൊബൈലിൽ എടുത്തു കഴിഞ്ഞാൽ സ്റ്റിൽ ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതെ അതെ, നമ്മളിപ്പോ ക്യാമറ കൊടുത്തിരുന്നല്ലോ ക്യാമറയ്ക്ക്. വേറെന്താ, ഇങ്ങനെ കൊറേ ആൽമരങ്ങൾ കാണാം. ബനിയൻ ട്രീസിന്റെ ഒരു ശേഖരമാണ്. ഈ ഗേറ്റ് വഴിയാണ് ഗുരുവായൂർ ആനക്കോട്ടയുടെ ഉള്ളിലോട്ട് നമുക്ക് കടക്കേണ്ടത്. അപ്പോൾ ടിക്കറ്റ് എടുത്ത ശേഷം ഞങ്ങൾ ഉള്ളിലോട്ട് കടക്കാൻ പോവുകയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ യാത്ര ചെയ്ത കോട്ടപ്പടി തമ്പുരാൻ പടിയിലെത്തും. അവിടെയാണ് പുന്നത്തൂർ കോട്ട എന്ന ഈ ഗുരുവായൂർ ആനക്കോട്ട ഉള്ളത്. ഈ താവളം പണ്ട് പുന്നത്തൂർ രാജകുടുംബത്തിന്റെ കൊട്ടാരമായിരുന്നു. പിന്നീട് 1975 മറ്റോ ഗുരുവായൂർ ദേവസ്വം ഈ സ്ഥലം മേടിച്ച് ആനത്താവളാക്കി മാറ്റുകയായിരുന്നു എന്നാണ് പറയുന്നത്. 12 ഏക്കറോളം ലാൻഡിലുള്ള ഈ ആനക്കോട്ട ഇന്ന് ഏറ്റവും വലിയ നാട്ടാനത്താവളമാണ്. 48ഓളം ആനകൾ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ കൊമ്പനും പിടിയും മുഴയും എല്ലാം ഉണ്ട്. ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ മതപ്പാടിലും സുഖചികിത്സയിലും ഒക്കെ ആയതുകൊണ്ട് ചിലതിനെയൊക്കെ കാണാൻ പറ്റിയിട്ടില്ല. ചില ആനകളെയൊക്കെ പല സമയങ്ങളിലായിട്ട് ഭക്തർ ഗുരുവായൂരപ്പന് വഴിപാടിയെ കൊടുത്താണ് ഈ ആനകളെല്ലാം. ഇവയെ ഗുരുവായൂർ അമ്പലത്തിലെ എഴുന്നള്ളിപ്പുകൾക്കും മറ്റു ഉത്സവങ്ങൾക്കും വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ആനക്കോട്ട കാണാം. ഇതാണ് ഗുരുവായൂർ ദേവസ്വം നന്ദനാന. ഒരു ഫേമസ് ആനയാണ്. അതിന് കൊമ്പ് കണ്ട. പക്ഷെ അവിടെ ബോർഡ് വെച്ചാണ് കണ്ട. ഈ ആന മതപ്പാടിലാണ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സന്ദർശകർ അകലെ നിന്ന് മാത്രം കാണുക. പേര് നന്ദൻ. കണ്ടോ? നന്ദനാനയുടെ പേരുണ്ട് ഇവിടെ. നന്ദൻ. ഇത് കണ്ടോ കേട്ടോ? ഈ ആനക്കേ മതപ്പാടുണ്ടെന്ന്. വാ, കണ്ടില്ലേ ആ ചെവിയുടെ അവിടെയിട്ട്? ചെവിയല്ല, കണ്ണിന്റെ അവിടെയിട്ട്. ഇതാരുടെ പേര്? പിന്നെ എടുക്കാണ്ട് ചെയ്യോ? ആ മതപ്പാടുണ്ടോ?
ഏടാ ഇത് പന അല്ലേ? ഇതല്ലേ കഴിക്കണേ? നന്ദിനിയാ? നന്ദിനിക്കുട്ടിയാ? അതറിയാം. അതെന്താ പട്ട കഴിക്കില്ല അല്ലേ? നീ ഇന്നതിരുട്ടാ എന്താണ്? ഇത് ദേവി. ഹായ് ദേവി. എന്റെ അമ്മോ ദേഷ്യം വന്നാലല്ലേ? സോ ഷൂട്ടൊക്കെ ചെയ്യുന്ന എന്താ? അച്യുതനാ? ഗുരുവായൂർ ദേവസ്വം അച്യുതൻ. കൃഷ്ണൻ. ഇത് കൃഷ്ണയല്ല കേട്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടില്ല പേര്. ഇതുണ്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോ ചുറ്റും ആനയാണ് തന്നെ. ഞാൻ വരട്ടെ? ഉണ്ടോ ഇവിടെ പങ്ങി നിക്കുന്നുണ്ടാ ഒരു സുന്ദരൻ? ആ നല്ല ഉണ്ട് സുന്ദരൻ. സൈഡിലൊക്കെ ഉണ്ട്. അപ്പുറത്തെ പറമ്പിൽ കാണുന്നില്ലേ, അവറ്റൊക്കെ ഇത്തിരി വയലന്റ് സ്റ്റേറ്റിലുള്ള കാരണം കൊണ്ട് നമ്മളതിനൊന്നും കേട്ടില്ല. ഇത്തിരി താരതമ്യേന അങ്ങ് നിക്കണല്ലേ? അതേ നിക്കണല്ലേ? സ്വാഭാവികളൊക്കെയാണ് ഇവിടെ കിട്ടുള്ളൂ. വേണ്ട ദൂരെ നിക്കണം, അവരെയൊക്കെ പറ്റില്ല, നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല എന്നാ പറയുന്നത്. അടിച്ചടിച്ച് കഴിക്കുന്നുണ്ട്. ഇതാണ് ഇത്തരം ആനകളെ കണ്ടുകഴിഞ്ഞാൽ ശ്രദ്ധിച്ചെന്ന് പറയുന്നത്. കൊമ്പില്ല ഉണ്ടാ, കൊമ്പ് കുറച്ച് ചെറിയ കൊമ്പ്. അതെന്ന് വെച്ചാൽ മോഴ എന്ന് പറയും, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയില്ലേ, മറ്റേ മനസ്സിലായി പിന്നെ എന്താ പറയുന്നത്, അതിലെ ആനകളിലെ ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ഈ ടൈപ്പ് ആനകള്. ആണാവാൻ കൊമ്പ് മുഴുവനായവും വന്ന ചെയ്തില്ല, എന്നാ പെണ്ണ് വന്നതാണ്. ഇതിനെ എഴുന്നള്ളിപ്പൊന്നും കൊണ്ടുപോയില്ല, ജൂനിയർ ലക്ഷ്മൺ എന്നാ പേര്. ഒറ്റക്കൊമ്പൻ. ഗുരുവായൂർ കണ്ടോ? ഒറ്റ കൊമ്പുള്ളൂ. കണ്ടോ? ഒരു കൊമ്പുള്ളൂ. കണ്ടോ? ഒരു കൊമ്പ് പൊട്ടിപ്പോയതാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ടൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതിനൊന്നും എഴുന്നള്ളിപ്പുകൾക്ക് കൊണ്ടുപോകുന്നില്ല. ആ കൊമ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. എന്നിട്ട് എഴുന്നള്ളിപ്പുകൾക്ക് കൊണ്ടുപോകുന്ന ആനയുടെ കൊമ്പൊക്കെ നല്ല രീതിയിൽ ചെത്തി മിനിക്കുന്നു. ശ്രീധരൻ ആന പോസ് ചെയ്തുകൊണ്ട കൈ വെച്ചിട്ടാണ് നിന്നത്. ആന പോസ് ചെയ്ത് കൊടുക്കണ്ട.
ശ്രീധര അയ്യോ ശ്രീധരൻ കുട്ടിയെ ശ്രീധര നന്നായിട്ടുണ്ട്. വിളിച്ചോ മോൻ വിളിച്ചോ? ശ്രീധരാന്ന് പറഞ്ഞു വിളിച്ചോ? ആ ശ്രീധരാ വിളിക്കോ? എന്തൊരു കൂടെ അല്ലേ? ഇതാണ് വലിയ കേസ്. ആ പണ്ട് ഗുരുവായൂർ കേസ് ഉണ്ടായിരുന്നല്ലോ. ഇതാണ് വലിയ കേശവൻ. എന്താണ് വലിയ കേശവൻ? നല്ലൊരു പേരുള്ള ആനയാണ്. എല്ലാ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിപ്പുകൾക്കും പോണറാനയാണ്. നല്ലതാണ്. ഗുരുവായൂർ പത്മനാഭൻ ചങ്ങല പൊട്ടിക്കാൻ നോക്കണണ്ടാ? വലിയൊരു കുളമുണ്ട്. ആണോ? ആനേനെ കുളിപ്പിച്ചിരുന്ന കുളം പണ്ടല്ലേ? അയ്യോ നല്ല ആണോ? സിദ്ധാർത്ഥൻ ദേഷ്യം വന്നിട്ടുള്ളത്. ചങ്ങലയുടെ ഏതെങ്കിലും കണ്ണിട്ട് ഏത്? ഇപ്പൊ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദേവസ്വത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് ഗുരുവായൂരപ്പന്റെ ആന എന്നൊക്കെ പറയും ആൾക്കാർ. ഗുരുവായൂർ വലിക്കുന്നത് എവിടെ നിന്നാലും തിരിച്ചറിയാൻ പറ്റും. അതിന്റെ ആകെ കൂടി ഒരു ലക്ഷണക്കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തെ കൊമ്പിന്റെ ഒരു ചെരിവ് മാത്രമേ ഉള്ളൂ ആനയ്ക്ക്. ബാക്കി എല്ലാ ലക്ഷണങ്ങളും ആനയ്ക്കുണ്ട്. ഇപ്പൊ ഈ ആന ഇപ്പൊ നമ്മൾ നെന്മാറയ്ക്കൊക്കെ പൂരത്തിനൊക്കെ 2.5 ലക്ഷം രൂപയ്ക്കൊക്കെയാണ് ഒരു ദിവസത്തെ എഴുന്നള്ളിപ്പിന് പോയേക്കുന്നത്. ഇപ്പോ ഇതിന് പുറത്തേക്ക് പ്രായം കൂടുതലാന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് കേരള സർക്കാർ ഇതിനെ പുറത്തേക്ക് ഇറക്കാൻ സമ്മതിക്കുന്നില്ല. ഗുരുവായൂരത്തെ പരിപാടികൾക്ക് മാത്രമേ വിടുന്നുള്ളൂ. പക്ഷെ ആനയ്ക്ക് അത്ര കുഴപ്പമൊന്നുമില്ല. ഈ പ്രൈവറ്റ് ആന ഉടമകളുടെ ഒരു പ്രശ്നമാണ് പോകുന്നുണ്ട്. വായമ്പിണ്ടി ചോറ് ഇപ്പൊ കർക്കിടക മാസമായി കഴിഞ്ഞപ്പോ ആനകൾക്ക് സുഖചികിത്സയാണ് ഇപ്പൊ ഇവിടെ. മനസ്സിലായേ? എന്താ എടുക്കാനോ? ഇത്ര നേരം ഇടിച്ചില്ലടാ ഞാന്. കുറച്ചൊരു ഷൂട്ട് കിട്ടിയത് നോക്കട്ടെ ശരിക്കും. ഈ കൊത്തില് കണ്ടോ? ഇതിപ്പോ കാണാറുണ്ട്. ആനേനെ ചട്ടം പഠിപ്പിക്കണല്ലേ ഇത്? ഇതില് മെരിക്കാനല്ലേ? കണ്ടില്ലേ? ഇതിലിട്ടിട്ട് ആനേനെ മെരുക്കിട്ട പുറത്തേക്ക് ഇറക്കുള്ളൂ. ഈ ഇതില്ലേ ചട്ടം പഠിപ്പിക്കണത് നമ്മളുടെ ഭാഷ ആനക്ക് പഠിപ്പിക്കണ്ടേ? ഇങ്ങോട്ട് ആനേനെ വിളിച്ചാ വരണ്ടേ? അതിനെ പഠിപ്പിക്കാൻ വേണ്ടി അതിനെ കെട്ടി ഇടയ്ക്ക് തല്ലും പഠിപ്പിക്കും. എന്നിട്ട് പുറത്തേക്ക് ഇറക്കുള്ളൂ ആനേനെ. നീ ആ പൽസനാവണമെന്ന് ശ്രദ്ധിക്കും. അവിടെ നോക്കുന്നത് വലിയ നമ്മള് വിളിച്ചതൊരു വീട്ടിൽ വെക്കും. ആ കണ്ട കൈ കാണിക്കണ എന്താടാ ഇഷ്ടായിട്ട്? ഉറക്ക കളിക്കുക. എന്താ കൈ പൊക്കി കാണിക്കണണ്ടാ? കയ്യിലാ തുമ്പിക്കൈ. ദേവട്ടെ വിളിച്ചോ? ആ കുട്ടികളെ ഭയങ്കര ഇഷ്ടാ. അതാ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അങ്ങനെ അവർക്ക് അധികം അറിയില്ലല്ലോ. കണ്ട അതിന് ഭയങ്കര ഇഷ്ടായി. ധ്രുവട്ടന് ഭയങ്കര ഇഷ്ടായിട്ടാ. ആന ഏതാരും ഉറങ്ങിയേ? ഏത്? അത് ഉറങ്ങിയാ?
പാപ്പൊക്കെ കഴിച്ചുറങ്ങുക. നോക്ക് ഇതിലോട്ട് നടക്കാം. ആ പപ്പൻ. ആ ഇത് രാധാകൃഷ്ണൻ. ഇത് രാധാകൃഷ്ണൻ. ഇത് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണ അത്രയല്ലേ നോക്കണ്ട എന്തായാലും. ആ രാധാകൃഷ്ണൻ. ഇത് പപ്പനല്ല. ഈ കുളത്തിലാണ് പാനേനെ കുളിപ്പിക്കണ. ആന കുളിക്കണേ ഇവിടെയാ. ദേവ് കുളിച്ചില്ല. ആ ഇഷ്ടായ മോന്? ഇഷ്ടായോ? ആന മോനിഷ്ടായോ? ഇത് എത്രയുണ്ടെന്നറിയോ ഇവിടെ ടോട്ടൽ ആനകള്? ആ കറക്റ്റ്. എവിടെ ആന? ഇവിടെ വടക്കം വീരകഥ ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ധ്രുവ് ദേവ് ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്